ആദർശ് വോക്കി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂലിയുടെ കഴിഞ്ഞു. കൂലി നമ്മുടെ രജനീകാന്ത് സാറിൻ്റെ സിനിമ. അതുമാത്രമല്ല, അത് ലോകേഷിൻ്റെ സിനിമ എന്ന് പറയപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു. ലോകേഷിൻ്റെ സിനിമയാണ്, അപ്പോൾ നമുക്ക് ഡീകോഡ് ചെയ്യാം. ട്രെയിലർ കണ്ട് ഡീകോഡ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഡീകോഡ് ചെയ്തവരുടെ അവസ്ഥ ഇത്തിരി പരിതാപകരമാകും. ഈ പടത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതിൽ അഭിനയിക്കുന്ന ആ ഒരു സ്റ്റാർഡമുള്ള ആൾക്കാർ തന്നെയാണ്. അതായത് രജനീകാന്ത്, ഉപേന്ദ്ര, നാഗാർജുന, പിന്നെ ആരാളെ നമ്മുടെ സൗബിൻ, ശ്രുതി ഹസൻ, ഇതേപോലത്തെ ഒരു ലോഡ് ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൽ നമുക്കിപ്പോൾ രജനീകാന്തിൻ്റെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ച് കിട്ടും, ഒരു ഫീല് കിട്ടും, അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് കിട്ടും. ആ സാധനം ഇവിടെ വന്നിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ള ലോകേഷ് പ്രേമികളോടാണ്. ലോകേഷ് പിടിക്കുന്ന എല്ലാ പടവും LCU ആയിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നാമത്തെ കാര്യം. ഇനി ലോകേഷ് എണ്ണം ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ LCUവിൻ്റെ എല്ലായിടത്ത് കഴിഞ്ഞതിന് ശേഷം ആവണം ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കണത്. കാരണം നിങ്ങൾക്കറിയാലോ, ഇതിപ്പോൾ ഇതിൻ്റെ കഥ എന്നൊന്നും പറയാനില്ല. നമ്മൾ ഒരു തമിഴ് സിനിമയിൽ അല്ലെങ്കിൽ നോർമൽ സിനിമയിൽ കാണുന്ന കഥ തന്നെയാണ് ഇത്. ഒരു പുതുമ എന്ന് പറയാനുള്ളത് നമുക്കില്ല. പിന്നെ രജനീകാന്തിൻ്റെ സിനിമ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഞാനെന്ന പ്രേക്ഷകന് കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു പഞ്ച്. ഇപ്പോൾ ജയിലറിൽ ആ ടിഷ്യൂ പേപ്പർ നീക്കി വെക്കുന്ന സീൻ, അതേപോലെ ഇരുന്ന ആളിങ്ങനെ കൈ നീട്ടിയിരുന്നിട്ട് ചിരിക്കുന്ന ഒരു സീൻ, അപ്പോൾ അവർ രണ്ടുപേരും എനിക്ക് നിൽക്കുന്ന സീൻ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ രോമാഞ്ചിഫിക്കേഷൻ വരാറുണ്ട്. പക്ഷേ ഇതിൽ അതൊന്നും ഇല്ല. അതാണ് പ്രശ്നം. ഒരു ഫ്ലാറ്റായിട്ടാണ് സിനിമ പോണത്. ശ്രുതി ഹസൻ എന്തിന് ആള് ചില സീനിലൊക്കെ വായ പൊളിച്ച് അന്തം വിട്ട് നിൽക്കുന്ന സീനുണ്ട്, സെൻറ്റിമെൻറ്റ് സീനുണ്ട്. അതൊന്നും എനിക്ക് കണക്റ്റായില്ല. എനിക്ക് തോന്നുന്നു പലർക്കും അത് കണക്റ്റായിട്ടില്ല എന്ന് തന്നെയാണ് വേണം പറയാൻ. പിന്നത്തെ കാര്യം സൗബിൻ ഒരു നെഗറ്റീവ് റോളാണ് വെച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആളുടെ ഡബ്ബിങ് വേറെ ആരെയും കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയും കൂടി സെറ്റായേനെ. കാരണം ആൾ തമിഴ് പറയുമ്പോൾ എനിക്കൊരു കൊച്ചി ടച്ച് വന്നോ എന്ന് സംശയമുണ്ട്. ആ സ്ലാങ്ങിലാണ് ആൾ തമിഴ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ആളുടെ പെർഫോമൻസ് ഗുഡാണ്. പക്ഷേ എനിക്ക് ഒരു വില്ലനല്ലേ അളിയാ, ഇതിൻ്റെ ഒരു പെട വേണ്ട, ഒരു ബൂസ്റ്റ് വേണ്ട. അതൊന്നും ഇല്ല. ആ സാധനം ഇമ്പാക്റ്റ് കിട്ടിയില്ല. ജയിലറിനെ അടുത്ത് പറയാനുള്ള കാരണം വിനായകൻ ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. രജനീകാന്തിൻ്റെ ഒപ്പം നിൽക്കാനുള്ളൊരു ഒരു ലെവലിൽ ആവണം. അപ്പുറത്തൊരാൾ നിൽക്കുമ്പോൾ ആളുടെ ലെവലിലേക്ക് എത്തണം. ആസ് പെർ രജനീകാന്ത് പറയാനുള്ളത്, മൂപ്പരുടെ സ്ക്രീൻ പ്രസൻസ് അളിയാ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ മൊത്തത്തിൽ ലോകത്തിൽ ഒരാളെടുത്ത് കഴിഞ്ഞാൽ ഇമാതിരി സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു ഓറയുള്ള ഒരു രസം. അതായത് രജനീകാന്ത് സിനിമ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ ഒരു BGM, ചെറുതായിട്ടൊരു കാറ്റ് മുഖത്തൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ്, അത് ഉണ്ട്. ആ സ്ക്രീൻ പ്രസൻസ്, മൂപ്പര സ്ക്രീൻ പ്രസൻസ് ഓസമാണ്. ഈ ഓവറോൾ ഈ സ്ക്രീൻ പ്രസൻസും ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമേ നമുക്ക് എന്ന ഒരു സിനിമ ആസ്വാദകന് കാണാൻ അതിലുള്ളൂ. പിന്നെ ഈ അമീർ ഖാനൊക്കെ എന്തിനാടാ ഈ കൊണ്ടുവന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തിന്? ശരി, അമീർ ഖാൻ്റെ ഇൻട്രോ സൂപ്പർ, ഉപേന്ദ്രയുടെ ഇൻട്രോ സൂപ്പർ, രജനീകാന്തിൻ്റെ ഓവറോൾ സ്ക്രീൻ പ്രസൻസും ഡയലോഗ് ഡെലിവറി ഒക്കെ സൂപ്പർ. എന്തിനാടാ ഈ ഒരു റോളിന് ഈ അമീർ ഖാൻ്റെ അവിടെ നിന്ന് ബോളിവുഡിൽ നിന്ന് ഇതൊന്നും ആളെ രജനീകാന്തിൻ്റെ സിനിമ ആയതുകൊണ്ട് ഡീൽ വെച്ചതാവാം. ഇനിയിപ്പോൾ പറഞ്ഞതിന് സ്പോയിലറായി പോകും, നിങ്ങൾ പോയി കണ്ടു നോക്ക്. ഞാനിപ്പോൾ ഒന്നും അധികം പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിൽ ശ്രുതി ഹസൻ്റെ ആവശ്യം പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ. പക്ഷേ ആ സ്റ്റാർ വാല്യൂ കൂട്ടാൻ വേണ്ടി വെച്ചതാവണം. പിന്നെ BGM, അനിരുദ്ധ് എപ്പോഴും രജനീകാന്തിന് അടിപൊളി BGM ഉണ്ടാക്കി സെറ്റ് ചെയ്യുന്ന ആളാണ്. മൊത്തത്തിൽ രജനീകാന്ത് മാത്രമല്ല, മൊത്തം ആ ഇൻഡസ്ട്രിയെ താങ്ങി നിർത്തുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ വട്ടം എനിക്ക് അതിലൊരു BGM ഉണ്ട്, അതൊഴിച്ച് എനിക്ക് വേറൊരു ഇമ്പാക്റ്റ് അതിൽ ഉണ്ടായിട്ടില്ല. നല്ല ആ ഒരു സ്റ്റണ്ടിൻ്റെ സീക്വൻസിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ നല്ല രസമുണ്ട് കേൾക്കാൻ. പിന്നെ സ്റ്റണ്ട് പറയുകയാണെങ്കിൽ സ്റ്റണ്ടിനും ആ ഒരു പഞ്ചില്ല, ഒരു കിൻഡലിടി നല്ല അടിക്കണത്, എന്തൊക്കെയോ ഒരു മിസ്സിങ്. പിന്നെ ഇൻ്റർവെൽ സാധാരണ ഒരു പഞ്ച് ചെയ്തിട്ടാണ് നിർത്താറ്. ഇത് നോർമൽ. എനിക്ക് അവിടെ വെച്ച് മനസ്സിലായി ഇപ്പോൾ ഇൻ്റർവെൽ ആവും. സിനിമയുടെ ഒരു അവസാനത്തെ 1.5 മണിക്കൂർ ഒരു രസമുണ്ട്. അതായത് ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് അതുവരെ സിനിമ കൊണ്ടുപോയി നിർത്തി അതൊക്കെ ഒരു ഫ്ലാറ്റ് റേറ്റിൽ പോയിട്ട് പെട്ടെന്ന് ഒരു അവസാനത്തെ ഒരു 30 മിനിറ്റ് അത് കണ്ടിരിക്കാം. അത് അത്ര ബോറല്ല. പക്ഷേ അതിലാണ് നമ്മുടെ ഈ പറഞ്ഞ കുറേ പേരുടെ ഇൻട്രോ ഏതിന് എന്നറിയാതെ ഒരു വിധം വന്ന്. പിന്നെ ഫ്ലാഷ് ബാക്ക് സീൻ, അത് നിങ്ങൾ കാണേണ്ട സാധനം തന്നെയാണ്. അത് തിയേറ്ററിലൊരു ഓളം തന്നെയായിരുന്നു. ഫ്ലാഷ് ബാക്ക് സീൻ, ആ സാധനമാണ് സിനിമ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഹരം തോന്നുന്ന സംഭവം.
അങ്ങനെ ഫുള്ളായിട്ട് ആ സിനിമ എടുത്തിരുന്നെങ്കിൽ അതിലുണ്ടായിരുന്നതിൻ്റെ ഒരു 10% പോലും പടത്തിലില്ല എന്ന് വേണം പറയാൻ. ഇനിയിപ്പോൾ ജയിലർ 2 വരുന്നുണ്ട്, കൈത്തി 2 വരുന്നുണ്ട്, ഇതൊക്കെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഇതാണ്, നിങ്ങൾക്ക് വൺ ടൈം വാച്ചബിളാണ്. ഞാൻ മോശമല്ല, ആവറേജ് പടം തന്നെയുള്ളൂ. നമ്മൾ രജനീകാന്തിൻ്റെ അല്ലെങ്കിൽ ലോകേഷിൻ്റെ പടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തലയെ കയറ്റി വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഉസ്താദ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അമിത പ്രതീക്ഷയുമായിട്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും ഇഷ്ടപ്പെടില്ല. ആര് പ്രതീക്ഷയിലാണ് പോയി കഴിഞ്ഞാൽ നെഞ്ചും പിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരാം എന്നാണ് ഞാൻ പറയണത്. ഓക്കെ, ഇതല്ല നമ്മൾ രജനീകാന്ത് പടത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണത്. നമുക്കറിയാമല്ലോ രജനീകാന്ത് പടം എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. ആ ഒരു ലെവലിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ബട്ട് ഇറ്റ്സ് ആൻ ആവറേജ് മൂവി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മുടക്കാണ്, വീക്കെൻഡ്സാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ പടമാണ്, മോശമെന്നല്ല, ഒരു ആവറേജ് ഫീലുകൾ കിട്ടും. അപ്പം ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണും വരയ്ക്കും. till then.